ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 17/6/2026 സോ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 16/7/2026 സുഹൃത്തുക്ക. സോ ഇപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് 16/7/2026. സോ ഏതൊക്കെ പോസ്റ്റാണെന്ന് നോക്കാം. ഫയർ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ലെവൽ 1 ആണ്. സോ നമ്പർ ഓഫ് പോസ്റ്റ് ആൻഡ് വന്നിരിക്കുന്നത് 5 വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. 4 വേക്കൻസി ജനറൽ, OBCക്ക് 1 വേക്കൻസി എന്നിവ 5 വേക്കൻസി. ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ പറയാം. ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഫയർ അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിലായിരിക്കണം. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് പറയുന്ന ഫീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫയർ അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഓർ പെട്രോകെമിക്കൽസ് ഓർ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോ അതാണ് മെയിൻ ഇവിടെ പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. സോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 50 വയസ്സ് വരെയാണ് ജനറൽ. ഇനി OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 53 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇനി കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത് മാക്സിമത്തിന് 16/7/2026 ബേസ് ചെയ്തിട്ടാണ്. ക്വാളിഫിക്കേഷൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ CGPയുടെ ഒക്കെ ബേസിസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സാലറീസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. 13 lakh ആയിരിക്കും പെർ ആനം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിന് അതായത് 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 13 ലക്ഷവും അതുപോലെ തന്നെ 6 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 14 ലക്ഷവും പെർ മാനം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. മറ്റേ PF, ഗ്രാറ്റുവിറ്റി, അതുപോലെ തന്നെ കോമ്പൻസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. ഇതാണ് വന്നിരിക്കുന്നത്. ഈ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ അവർ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് കണ്ടക്ട് ചെയ്യും. സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ അങ്ങനെ ആയിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. സോ ഇതാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ജനറൽ, OBC, EWS കാറ്റഗറിക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീ 118 രൂപയാണ്. 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് പ്ലസ് 18 രൂപ GST കൊണ്ട് ചേർന്ന് 118 രൂപ. ഇനി SC, ST, PWD, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, അപ്ലൈ ചെയ്യാവുന്നതാണ് ഡയറക്റ്റ്ലി. എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഡൗൺലോഡ് വെബ്സൈറ്റിൽ പോകുന്നതാണ്. സോ അതിന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ബിഫോർ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. സോ അപ്പോൾ ഇതാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 16/7/2026 പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. മാംഗ്ലൂർ റിഫൈനറി പെട്രോ കെമിക്കൽസിലേക്ക്.